എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് refers to the process of modifying and updating a software system after it has been delivered to the customer. ഒരു സോഫ്റ്റ്വെയർ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്തതിനു ശേഷം മോഡിഫൈ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതുമായ പ്രോസസ്സിനാണ് എന്ത് പറയാം, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുക. ഒരു സോഫ്റ്റ്വെയർ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്തതിനു ശേഷം മോഡിഫൈ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സിനാണ് എന്ത് പറയാം, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയാം. ഇതിൽ ബഗ് ഫിക്സേഷൻ, പിന്നെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യൽ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യൽ, പിന്നെ പുതിയ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും സെക്യൂർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കലാണ് എന്ത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ മെയിൻ ഗോള്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് that occurs throughout the entire life cycle of the software system. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ എൻ്റയർ ലൈഫ് സൈക്കിൾ മുഴുവൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. ഇതിൽ തന്നെ ഒരു വെൽ ഡിഫൈൻഡ് മെയിൻ്റനൻസ് പ്രോസസ്സ് ഉണ്ട്. അതിൽ വരുന്നതാണെന്ത് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ, പിന്നെ എന്തൊക്കെയാണ് വേർഷൻ കൺട്രോള്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയൊക്കെയാണ്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ കുറച്ച് കീ കൺസെപ്റ്റുകളാണ്. ഫസ്റ്റ് വൺ, ബഗ് ഫിക്സിംഗ്, ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് ഫിക്സിംഗ് എറേഴ്സ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദി സോഫ്റ്റ്വെയർ. എറേഴ്സ് ഫൈൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യുക, സോഫ്റ്റ്വെയറിലെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സാണ് എന്ത് ബഗ് ഫിക്സിംഗ് എന്ന് അറിയപ്പെടുന്നത്. എറേഴ്സ് ഒക്കെ ഫൈൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യുക, പിന്നെന്താണ് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുക അല്ലെ തുടങ്ങിയ പ്രോസസ്സാണ് എന്ത് ബഗ് ഫിക്സിംഗ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എൻഹാൻസ്മെന്റ് അല്ലെ, ദി പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ ഫീച്ചേഴ്സ് ഓർ ഇംപ്രൂവിംഗ് എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ടു മീറ്റ് ദി ഇവോൾവിംഗ് നീഡ്സ് ഓഫ് ദി യൂസേഴ്സ്. പുതിയ ഫീച്ചർ ആഡ് ചെയ്യുന്നതും യൂസറുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതുമായ പ്രോസസ്സിനാണ് എന്ത് പറയാം, എൻഹാൻസ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ്, പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, ദി പ്രോസസ് ഓഫ് ഇംപ്രൂവിംഗ് ദി സ്പീഡ്, എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ സ്പീഡ്, എഫിഷ്യൻസി, റിലയബിലിറ്റി തുടങ്ങിയവ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാം, പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. അടുത്താണെന്ത് പോർട്ടിംഗ് ആൻഡ് മൈഗ്രേഷൻ, ദി പ്രോസസ് ഓഫ് അഡാപ്റ്റിംഗ് ദി സോഫ്റ്റ്വെയർ ടു റൺ ഓൺ ദി ന്യൂ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ്. പുതിയൊരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയറിനെ അഡാപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ, പോർട്ടിംഗ് ആൻഡ് മൈഗ്രേഷൻ. പുതിയൊരു ഹാർഡ്വെയർ അല്ലെ അല്ലെങ്കിൽ എന്താണ് ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയറിനെ അഡാപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് പോർട്ടിംഗ് ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, റീ എഞ്ചിനീയറിംഗ്, ദി പ്രോസസ് ഓഫ് ഇംപ്രൂവിംഗ് ദി ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ ടു മേക്ക് ഇറ്റ് മോർ മെയിൻറ്റനബിൾ ആൻഡ് സ്കെയിലബിൾ. ഒരു സോഫ്റ്റ്വെയറിന്റെ ഡിസൈനും ആർക്കിടെക്ചറും ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. ഒരു സോഫ്റ്റ്വെയറിന്റെ ഡിസൈനും ആർക്കിടെക്ചറും ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ, റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. നെക്സ്റ്റ്, ഡോക്യുമെന്റേഷൻ അല്ലെ, ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, അപ്ഡേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി ഡോക്യുമെന്റേഷൻ ഫോർ ദി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ പ്രോസസ്സിനാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനെ കുറിച്ച് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, കറക്റ്റീവ് മെയിൻ്റനൻസ്. ദിസ് ഇൻവോൾവ്സ് ഫിക്സിംഗ് എറേഴ്സ് ആൻഡ് ബഗ്സ് ഇൻ ദി സോഫ്റ്റ്വെയർ സിസ്റ്റം. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ എറേഴ്സും ബഗ്സും ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണെന്ത് കറക്റ്റീവ് മെയിൻ്റനൻസ്. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ എറേഴ്സും ബഗ്സും ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണെന്ത് കറക്റ്റീവ് മെയിൻ്റനൻസ്. നെക്സ്റ്റ്, പാച്ചിങ്, ഇറ്റ് ഈസ് ആൻ എമർജൻസി ഫിക്സ് ഇംപ്ലിമെന്റഡ് മെയിൻലി ഡ്യൂ ടു ദി പ്രഷർ ഫ്രം ദി മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അടുത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് എമർജൻസി ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണെന്ത് പാച്ചിങ്. കറക്റ്റീവ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും പാച്ചിങ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു അനാലിസിസ് നടത്താതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് എറേഴ്സ് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. ദിസ് ഇൻവോൾവ്സ് മോഡിഫൈങ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം
to adapt it to changes in the environment, such as changes in hardware or software, government policies, and business rules. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയറിലെ ചേഞ്ചസ്, ഗവൺമെന്റ് പോളിസീസ്, ബിസിനസ് റൂൾസ് തുടങ്ങിയ എൻവയോൺമെന്റൽ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യുന്നതാണത് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അടുത്ത് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് അല്ലേ. ദിസ് ഇൻവോൾവ്സ് ഇംപ്രൂവിംഗ് ഫങ്ഷണാലിറ്റി, പെർഫോമൻസ് ആൻഡ് റിലയബിലിറ്റി ആൻഡ് റീസ്ട്രക്ചറിങ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം ടു ഇംപ്രൂവ് ചേഞ്ചബിലിറ്റി. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റീവ് മെയിൻ്റനൻസിൽ വരുന്നതാണ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഫങ്ഷണാലിറ്റി ഇംപ്രൂവ്മെന്റ്, പെർഫോമൻസ്, റിലയബിലിറ്റി, റീസ്ട്രക്ചറിങ് തുടങ്ങിയവ. Then last, preventive maintenance. This involves taking measures to prevent future problems such as optimization, updating documentation, reviewing and testing the system, and implementing preventive measures such as backups. Future problems ആയ optimization, document updation, റിവ്യൂവിംഗ് ആൻഡ് ടെസ്റ്റിംഗ് തുടങ്ങിയവ പ്രിവെന്റ് ചെയ്യുന്ന മെഷേഴ്സ് ആണെന്ത് പ്രിവെന്റീവ് മെയിൻ്റനൻസിൽ വരുന്നത്. നെക്സ്റ്റ്, നീഡ് ഫോർ മെയിൻ്റനൻസ് അല്ലേ. അതായത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പെർഫോം ചെയ്യുന്നത് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താണ്, ഫോൾസ് കറക്റ്റ് ചെയ്യുന്നതിന്. നെക്സ്റ്റ്, ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുന്നതിന്. നെക്സ്റ്റ്, യൂസറിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന്. നെക്സ്റ്റ് എന്താണ്, എറേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് വഴി കോഡ് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നതിന്. നെക്സ്റ്റ്, പ്രോഗ്രാംസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുവഴി ഡിഫറെന്റ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ യൂസ് ചെയ്യാൻ കഴിയും.